ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി ചാർട്ടിന് തുടങ്ങാം. സോ ഇന്നും ഒരു വളരെ ഡൗൺ ആയിട്ടുള്ളൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട്, ബട്ട് ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഫർദർ മൂവ്മെൻറ്റ് താഴോട്ടുള്ളൊരു ഫ്ലോ ഇല്ല, സെല്ലിംഗ് ഇല്ലായിരുന്നു. അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയെങ്കിലും ഒരു താഴോട്ട് ഫർദർ സെല്ലിംഗ് ഉണ്ടായില്ല. അതൊരു പോസിറ്റീവ് കാര്യമാണ് നിഫ്റ്റി നോക്കുമ്പോൾ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ആ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് മിനിറ്റ് കൺസോൾട്ടേറ്റ് ഒരു ചെറിയൊരു അപ്വേർഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. സോ ഇത് നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം ഫർദറായിട്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റ്, കാരണം ലാസ്റ്റ് 2 ഇയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ് വലിയൊരു മൊമെൻറ്റും ഉണ്ടായിട്ടില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് വലുതായിട്ട് ഇടിയാത്തത്. കമ്പാരിറ്റീവ്ലി കൊറിയൻ മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റൊക്കെ നല്ലൊരു മൊമെൻറ്റും ലാസ്റ്റ് 2 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ഡൗൺ ആണ്. 5%, 6% ഒക്കെ കൊറിയൻ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റും എല്ലാം ഡൗൺ ആണ്. സോ ആ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ അത് നമുക്ക് നോക്കുമ്പോൾ ഡെയിലി ചാർട്ടിലൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണത് ഇപ്പോൾ സിറ്റുവേഷൻ എന്ന്. ഡെയിലി ചാർട്ടിൽ ആ ഒരു സപ്പോർട്ട് എക്സാക്ട്ലി, സോറി ഇത് നിഫ്റ്റി സ്മോൾ ക്യാപ്പാണ്. നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഈ ഒരു സപ്പോർട്ട് എക്സാക്ട് ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത്, ഈ ഒരു ഫൈനൽ സപ്പോർട്ടാണിത്. ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ താഴെയാണ് അടുത്ത സപ്പോർട്ട്. സോ ഈ ഒരു സപ്പോർട്ടിൽ ലാസ്റ്റ് ഹോപ്പാണ് ഈ ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് റിട്രീവ് ചെയ്ത് തിരിച്ച് പോകുന്നുള്ളത്. നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആയാലും ആ ഒരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഈ സപ്പോർട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. സോ ആ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് ഒത്തിരി നാൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സഡൻ വാർ ആയതുകൊണ്ട് അത് താഴോട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ ഒരു സപ്പോർട്ടിന് തന്നെ ഒരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് സോണിൽ നിന്ന് താഴോട്ട് വന്നു, ബട്ട് ഈ ഒരു സപ്പോർട്ടിൻ്റെ മുകളിലാണ്. സോ എന്നാലും ഈ എല്ലാ ഇൻഡിസസ് ഇപ്പം ടോട്ടലി ലോങ് ടൈം ഷോർട്ട് ടൈം എല്ലാം നെഗറ്റീവാണ്. എന്നിരുന്നാലും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്തെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, നമുക്ക് മിഡ് ക്യാപ്പ് എടുത്താലും ഈ ഒരു ഏരിയ എല്ലാ ഇൻഡിസിനും ഒരു ക്രിട്ടിക്കൽ ഏരിയയിലാണ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് തിരിച്ച് പോയാലും നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ഹോപ്പ് ചെയ്യുന്നത്, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മാർക്കറ്റ് റിവേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതൊരു ടെമ്പററി ഇതാണ്. വാർ അധികം നാൾ നീണ്ടു നിൽക്കാനുള്ള ചാൻസും കുറവാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റിന്, കാരണം ഇന്ത്യൻ മാർക്കറ്റ് ബാക്കിയുള്ള എല്ലാം പോസിറ്റീവാണ്. സോ ഇതും കൂടെ ഈ ഒരു സഡനായിട്ട് വന്ന നീ ജെറ്റ് റിയാക്ഷൻ മാത്രമാണിത്. അതുകൊണ്ട് നിങ്ങൾ ആരും പാനിക് ചെയ്യേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റും SIPs എല്ലാം അതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ബിറ്റ് കോയിന് നോക്കാം. ബിറ്റ് കോയിന് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഒത്തിരി നാളായിട്ടുള്ള ഒരു കൺസോളിഡേഷന് ശേഷം മോർ ദാൻ 1 മന്ത് കൺസോളിഡേഷൻ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് നമുക്ക് ഇത് 75, ഇന്ന് 75 എത്തുന്നല്ല പറഞ്ഞാൽ, ഫസ്റ്റ് ടാർഗറ്റ് 72 ആയിരുന്നു, അത് അച്ചീവ് ചെയ്തു. സോ ഫർദർ നമുക്ക് 72 വരെ ഉള്ളൊരു എക്സ്പെക്റ്റ് ചെയ്യാം. സിൽവറിൽ സഡൻ ആയിട്ടൊരു സിൽവറിൽ 100 വരെ പ്രതീക്ഷയായിരുന്നു, ബട്ട് സഡൻ ആയിട്ടൊരു സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. സിൽവറിലായാലും ഗോൾഡിലായാലും. സോ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി. ഗോൾഡിലായാലും ഈ ഒരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ട്രാൻസിഷൻ സോണിലെത്തിയിട്ട് തിരിച്ചൊരു സെല്ലിംഗ്, ഹെവി സെല്ലിംഗ് ആയിരുന്നു. ഒരു ഓൾമോസ്റ്റ് 200 പോയിന്റ്, മോർ ദാൻ 300 പോയിന്റ്സ് സെല്ലിംഗ് ആയിരുന്നു. ഓക്കെ, സോ അതിലും സെല്ലിംഗ്. സോ ബട്ട് ഈ സപ്പോർട്ടിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. സോ അവിടെ നിന്നൊരു ചെറിയ ബൗൺസ് ബാക്ക് പോലെ കാണുന്നുണ്ട്. ഓക്കെ, 5000 ആ ഒരു 5088 ആ ഒരു സപ്പോർട്ട് നമ്മൾ ലാസ്റ്റ് വരച്ച ബ്രേക്ക് ഔട്ട് വന്ന ആ സപ്പോർട്ടിൻ്റെ മുകളിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. സോ അതൊരു പോസിറ്റീവ് ഉള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് മാപ്പ് നോക്കാം. ഇൻഡെക്സ് മാപ്പ് എല്ലാം നെഗറ്റീവ് തന്നെ ആയിരുന്നു. നിഫ്റ്റി 50 1.55 നെഗറ്റീവ് ആയിരുന്നു. ഇതിൽ ഭാരതി എയർടെൽ, കോൾ ഇന്ത്യ, ഇൻഫി കുറേ ഒത്തിരി നാൾക്ക് ശേഷം പോസിറ്റീവ് ആയിരുന്നു. ടെക്കം പോസിറ്റീവ് ആയിരുന്നു. ചെറിയൊരു ഇതാണെങ്കിലും പോസിറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ L&T, JSWC, SBI Life, TMP, ടാറ്റ സ്റ്റീൽ, ഇതെല്ലാം നെഗറ്റീവ് ആയിരുന്നു. ഓൾമോസ്റ്റ് മിക്ക നെഗറ്റീവ് ആയിരുന്നു. ഇതെല്ലാം മോസ്റ്റ് നെഗറ്റീവായ സ്റ്റോക്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡിഫൻസ് സ്റ്റോക്കായ സോളാർ ഇൻഡസ്ട്രീസ് അപ്പായിരുന്നു, 4.35, നൗക്കരി 0.08 അപ്പായിരുന്നു. ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് ആയിരുന്നു. മോസ്റ്റ്ലി ഗെയിൽ 6.33, ലോത 5.92 എല്ലാം ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് നമുക്ക് സ്മോൾ ക്യാപ്പ് 150 നോക്കാം. മിഡ് ക്യാപ്പ് 150 നോക്കാം. അബൌട്ട് ഇന്ത്യ പോസിറ്റീവ് ആയിരുന്നു, 4.09, നാഷണൽ അലുമിനിയം 2.69, UBL 2.66. കുറച്ച് സ്റ്റോക്സ് ഒക്കെ പോസിറ്റീവ് ആയിരുന്നു. ബട്ട് നെഗറ്റീവ് നോക്കുമ്പോൾ നാം ഇന്ത്യ, RVNL, പെട്രോനെറ്റ് 9.54 ഡൗൺ ആയിരുന്നു. സെയിൽ 6.76 ഡൗൺ ആയിരുന്നു.
പെട്രോളിൻ്റെ എല്ലാം ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഈ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് പെട്രോളിൻ്റെ ഒക്കെ ഡൗൺ ആയത്. സ്മോൾ ക്യാപ്പ് 215 കൂടെ നോക്കാം. ബൽറാം ചിൻ 7.12, പോളി മെഡിക്യൂർ 6.01, ചെന്നൈ പെട്രോളിയം 5.96 അപ്പായിരുന്നു. HS OPEC 7.71 ഡൗൺ ആയിരുന്നു. JK Tyre 8.12, ഫോഴ്സ് മോട്ടോഴ്സ് 8.09, MGL 9.63. ഓവറോൾ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ബട്ട് നമുക്കൊരു പ്രതീക്ഷ വരുന്നത് അത് ലാസ്റ്റ് സപ്പോർട്ടിൻ്റെ സോണിലാണെന്നാണ്. സോ ആ ഒരു സപ്പോർട്ട് ഹാങ് ചെയ്ത് നമുക്ക് തിരിച്ച് റിവൈവ് ചെയ്ത് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് കണ്ടിന്യൂസ് SIP അല്ലെങ്കിൽ നല്ല സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. ഇതെല്ലാമാണ് ഇന്നത്തെ അനാലിസിസ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.